കണിയൊരുക്കുക, കണി കാണുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ സമൃദ്ധിയിലേക്ക് കണ്ണ് തുറക്കുക എന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ എല്ലാ മലയാളികളും ഇന്ന് സമൃദ്ധിയിലേക്ക് കണ്ണ് തുറന്ന് വിഷു കണ്ടിരിക്കുകയാണ്. കണി കണ്ടും ഒപ്പം കൈനീട്ടം നൽകിയും വാങ്ങിയും ഒക്കെ സദ്യ ഒരുക്കിയും വിഷു ആഘോഷിക്കുകയാണ് മലയാളികൾ എല്ലാവരും. നല്ലൊരു നാളേക്കുള്ള പ്രതീക്ഷകളുമായാണ് കേരളത്തിന്റെ കാർഷിക വർഷം കൂടി ഇവിടെ ആരംഭിക്കുന്നത്. കാണുന്ന കണി പോലെ തന്നെ സമ്പൽ സമൃദ്ധമാകും വരും വർഷം എന്നാണ് വിശ്വാസം. അപ്പോൾ നമുക്ക് ആ കണി കണ്ടുണരുന്ന ആ കാഴ്ചകൾ കണ്ടുവരാം. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലുചീലേ നിന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാ. വീണ്ടും ഒരു വിഷുക്കാലം. കൃഷ്ണവിഗ്രഹത്തിനു മുന്നിൽ നിറഞ്ഞു കത്തുന്ന നിലവിളക്കും പൂത്തുലഞ്ഞ കണിക്കൊന്നയും കൂടെ കണിവെള്ളരിയും കാർഷിക വിളകളും. മടക്കിവെച്ച കോടിമുണ്ട്, വാൽക്കണ്ണാടി, നാളികേരം, നാണയങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, ഓട്ടുരുളിയിലൊരുക്കിയ സമൃദ്ധിയുടെ വിഷുക്കാഴ്ച. കണ്ണിന് ചാരുതയാർന്ന ഐശ്വര്യക്കാഴ്ചയുമായി വിഷുപ്പുലരിയിലേക്ക് കണി കണ്ടുണരുകയാണ് മലയാളി. കണിയൊരുക്കങ്ങളും വിഷു കൈനീട്ടത്തിന്റെ നാണയക്കിലുക്കങ്ങളുമായി മലയാളികൾ മിഴി തുറക്കുന്നത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പുതിയ വർഷത്തിലേക്കാണ്. വരാനിരിക്കുന്ന നല്ല കാലത്തേക്കുള്ള മുഴുവൻ പ്രതീക്ഷകളാണ് കണ്ണിന് മുന്നിൽ പൊൻകണിയായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. തുടക്കം നന്നായാൽ എല്ലാം നന്നായി എന്നാണ് വിശ്വാസം. അത്തരമൊരു നല്ല നാളുകളിലേക്കാണ് ഓരോരുത്തരും കണി കണ്ടുണരുന്നത്. വിഷുക്കണി അമ്മയാണ് ആദ്യം വിഷു കണി ഒരുക്കുന്നത് കണ്ടിട്ടാണ് ഇപ്പം വിഷുക്കണി ഞങ്ങൾ ഒരുക്കി തുടങ്ങുന്നത്. നേരത്തെ ഫ്രൂട്ട്സ് വാങ്ങിച്ചു വെച്ചിട്ടും കൃഷ്ണനെ ഒരുക്കി വെച്ചും കണി വെക്കാൻ എല്ലാവിധ ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ട് കണി രാവിലെ അമ്മ കണി വെച്ചിട്ട് നമ്മളെ വന്ന് വിളിച്ചുണർത്തി കൊണ്ടുവരുമ്പോൾ മൊത്തത്തിൽ കാണുന്ന ആ ഒരു മനോഹരമായ കാഴ്ച, അതാണ് വിഷുക്കണി എന്ന് പറഞ്ഞാൽ. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ തലമുറകളിലേക്ക് കൈമാറി കൈനീട്ടവും അനുഗ്രഹവർഷവുമായി മുതിർന്നവരും കൂടെയുണ്ട്. വീട്ടിലെ മുതിർന്ന ആളാണ് കണിയൊരുക്കുക. പുലർച്ചെ എഴുന്നേറ്റ് കണി കണ്ട ശേഷം കൈനീട്ടം നൽകും. പിന്നീട് ആഘോഷങ്ങളുടെ തുടക്കമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരവധം നടത്തിയ ദിനമാണ് വിഷുവായി കൊണ്ടാടുന്നതെന്നാണ് ഐതിഹ്യം. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒപ്പം കാർഷികോത്സവം കൂടിയാണ് വിഷു. കേരളത്തിന്റെ ഒരു കാർഷിക വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ കാർഷിക സംസ്കാരം കൈവിടരുതെന്ന ഓർമ്മപ്പെടുത്തലുമുണ്ട്. അപ്പോൾ മലയാളികൾ എല്ലാവരും വിഷു ആഘോഷിക്കുന്ന തിരക്കിലാണ്. ന്യൂസ് മലയാളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.